വെൽക്കം ടു ജിയോ സയൻസ്. 9th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ജിയോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ അഥവാ വിശാല സമതല ഭൂവിൽ എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. ഈ ചാനലിൽ തന്നെ ഇതിന്റെ ആദ്യത്തെ 3 ഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ക്ലൈമറ്റും അതുപോലെ തന്നെ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാലാവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്ലൈമറ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പഠിക്കുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അനുഭവപ്പെടുന്ന സീസൺസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഋതുക്കൾ. വിവിധ കാലങ്ങളുണ്ടല്ലോ, ആ കാലങ്ങളെക്കുറിച്ച്, ആ ഋതുക്കളെക്കുറിച്ച് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ഏകദേശം കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സീസൺസ് തന്നെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ആ ക്ലൈമറ്റിൽ ആ സീസൺസിന്റെ സവിശേഷതകളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 4 സീസൺസ് ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ സീസൺ ആണ് കോൾഡ് വെതർ സീസൺ, അല്ലെങ്കിൽ ശൈത്യകാലം എന്ന് പറയുന്നത്. നമ്മൾ വിന്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമാണ് കോൾഡ് വെതർ സീസൺ. രണ്ടാമത്തതാണ് ഹോട്ട് വെതർ സീസൺ, അതിനെ നമ്മൾ ഉഷ്ണകാലം എന്ന് പറയും. മൂന്നാമത്തതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. നാലാമത് വരുന്ന സീസൺ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4ഉമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട 4 സീസൺസ്. ഇതിൽ ഒന്നാമത്തെ സീസൺ ആയിട്ടുള്ള കോൾഡ് വെതർ സീസൺ, അല്ലെങ്കിൽ ശൈത്യകാലം, ചുരുക്കി പറഞ്ഞാൽ വിന്റർ സീസണെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി ദ കോൾഡ് വെതർ സീസൺ സെറ്റ്സ് ഇൻ ബൈ മിഡ് നവംബർ ഇൻ നോർത്ത് ഇന്ത്യ. അതായത് നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ്, എപ്പോഴാണ് കോൾഡ് വെതർ സീസൺ സെറ്റ്സ് ഇൻ ചെയ്യുന്നത്? സെറ്റ്സ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൾഡ് വെതർ സീസൺ നോർത്ത് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് മിഡ് നവംബറോടെയാണ്. മിഡ് നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബറിന്റെ മധ്യത്തോടെ. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, വിന്റർ സീസൺ അല്ലെങ്കിൽ തണുപ്പ് കാലം തുടങ്ങുന്നത് എപ്പോഴും ഒരു നവംബർ തൊട്ട് തുടങ്ങിയിട്ട് അതിനുശേഷം ഡിസംബർ, ജനുവരി, അത്രയുമൊക്കെയാണ്. പിന്നെ ഫെബ്രുവരി വരെ മാക്സിമം, അത്രയുമേ നമുക്ക് ഈ ഒരു സീസൺ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കോൾഡ് വെതർ സീസൺ സെറ്റ്സ് ഇൻ ആരംഭിക്കുന്നത് മിഡ് നവംബറോടെയാണ്. ഇവിടുത്തെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള മന്ത്, അതായത് ഏറ്റവും തണുപ്പേറിയ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഡിസംബറും ജനുവരിയാണ്. ഡിസംബർ ആൻഡ് ജനുവരി ആർ ദ കോൾഡസ്റ്റ് മന്ത്സ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ഏറ്റവും കോൾഡസ്റ്റ് മന്ത്, ഏറ്റവും തണുപ്പേറിയ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഡിസംബറും ജനുവരിയാണ്. ആരംഭിക്കുന്നത് നവംബർ പകുതിയോടെയാണ്, പക്ഷെ ഡിസംബർ ജനുവരിയാണ് ഏറ്റവും തണുപ്പുള്ള മാസങ്ങൾ. ആൻഡ് എക്സസീവ് കോൾഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പൊ ഈ ഒരു പീരീഡിൽ, ഈ ഒരു കാലയളവിൽ എന്ത് സംഭവിക്കുന്നു? എക്സസീവ് ആയിട്ടുള്ള കോൾഡ്, അതായത് അതിശൈത്യം ഈ ഒരു പ്രദേശത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് അധികം അത്രയും തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നില്ല. വിന്റർ സീസൺ വന്നാലും ഇവിടെ മഞ്ഞുവീഴ്ചയൊന്നുമില്ല. നമുക്ക് വളരെ ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അതേസമയം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലൊന്നും അങ്ങനല്ല. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലൊക്കെ വിന്റർ സീസൺ അല്ലെങ്കിൽ കോൾഡ് വെതർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സസീവ് ആയിട്ടുള്ള കോൾഡ് ആണ്, വളരെ അതിശൈത്യമാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള തണുപ്പായിരിക്കും ആ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡു യു നോ വൈ ദർ ഈസ് എക്സസീവ് കോൾഡ് വെതർ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഇത്തരത്തിൽ എക്സസീവ് കോൾഡ് വെതർ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 4 റീസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 4 കാരണങ്ങളിൽ ഒന്നാമത്തതാണ്, the major portion of the North Indian plain is located far away from the moderating influence of the oceans, resulting in a continental climate. അതായത് നമ്മൾ ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ക്ലൈമറ്റ് ഏതാണ്, കാലാവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രദേശത്ത് കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം.
ദ മേജർ പോർഷൻ ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങൾ, മേജർ പോർഷനും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഓഷൻസ്, അതായത് ഓഷൻസിൽ നിന്നും, സമുദ്രങ്ങളിൽ നിന്നും ഫാർ അവേ ആയിട്ട്, വളരെ ദൂരെ ആയിട്ടാണ് ആര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ മാപ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്കറിയാം കടലൊന്നും അടുത്തില്ലാത്ത സ്ഥലമാണ് അല്ലെ. മുകളിൽ ഹിമാലയവും അതിന്റെ തൊട്ടു താഴെ പെനിസുലാർ പ്ലേറ്റോയുമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കടലൊന്നും അടുത്തില്ല. വളരെ ഉള്ളിലായിട്ട്, ഓഷൻസിൽ നിന്ന് വളരെ ഫാർ അവേ ആയിട്ട്, ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇത് ഓഷന്റെ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസിൽ നിന്ന് എന്തായിരിക്കും? വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദി ഓഷൻസ്. മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സമുദ്രങ്ങൾക്കും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിനും ഒരു പ്രത്യേകതയുണ്ട്. അതെപ്പോഴും ഒരു മോഡറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ക്ലൈമറ്റിന് കൊടുക്കുന്നത്. അതായത് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് കടലടുത്തുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ഇപ്പം കരയിൽ വളരെയധികം ചൂട് കൂടിയാൽ കടലിൽ നിന്നുള്ള കാറ്റ് വീശിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ചൂട് കുറയ്ക്കുന്നു. അതല്ല, ഇനി വളരെയധികം തണുപ്പാണ് കരയിലെങ്കിൽ കടലിൽ നിന്നുള്ള ചൂട് കാറ്റ് വീശി അവിടുത്തെ കരയിലെ ചൂട് കൂട്ടുന്നു. അതായത് എപ്പോഴും കരക്കാറ്റും കടൽക്കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ സമുദ്രത്തിൽ എപ്പോഴും, സമുദ്രത്തിന്റെ അടുത്ത പ്രദേശങ്ങളിൽ എപ്പോഴും സീ ബ്രീസും ലാൻഡ് ബ്രീസും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വായു എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൂടിയ ചൂടും ഭയങ്കര കുറഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര കൂടിയ ചൂടും അതുപോലെ തന്നെ വളരെ കൂടിയ തണുപ്പും നമ്മൾ ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടത്തില്ല. ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും, എക്സ്ട്രീം ആയിട്ടുള്ള വളരെ കൂടിയ ടെമ്പറേച്ചറും വളരെ കുറഞ്ഞ ടെമ്പറേച്ചറും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. മറിച്ച് എങ്ങനെയാണ്? ഒരു മിതമായിട്ടുള്ള, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത്. അതായത് ഭയങ്കര ചൂടുമില്ല, ഭയങ്കര തണുപ്പുമില്ല, ഒരു മിതമായ കാലാവസ്ഥ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരിക്കും എപ്പോഴും സമുദ്രങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ. പക്ഷെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സമുദ്രങ്ങളുടെ അടുത്താണോ? അല്ല, വളരെ ഫാർ അവേ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ ഓഷൻസിന്റെ ഒരു മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ആർക്ക് കിട്ടത്തില്ല? നോർത്ത് ഇന്ത്യൻ പ്ലെയിന് കിട്ടത്തില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? റിസൾട്ടിങ് ഇൻ എ കോണ്ടിനെന്റൽ ക്ലൈമറ്റ്. അതിന്റെ ഫലമായിട്ട്, റിസൾട്ടായിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഒരു കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നത്. അതായത് കോണ്ടിനെന്റൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും മിതമായ കാലാവസ്ഥയല്ല, എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥയാണ്. അതായത് ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് തന്നെ വിന്റർ സീസൺ വരുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. അതേസമയം കടലിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്ത് അങ്ങനെ ആയിരിക്കത്തില്ല. അവിടെ ചൂട് കൂടിയാൽ കടലിലെ കാറ്റ് വന്ന് ചൂട് കുറയ്ക്കും. പക്ഷേ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്താണ്? വിന്റർ സീസണിൽ ഭയങ്കര തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഉഷ്ണകാലം വരുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പൊ ആ ഒരു ക്ലൈമറ്റ് ആണ് കോണ്ടിനെന്റൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കടലിൽ നിന്നുള്ള അകലം ഇവിടുത്തെ ഈ ഒരു തണുപ്പ് കൂട്ടാനായിട്ട് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്നോഫാൾ ഇൻ ദ നിയർ ബൈ ഹിമാലയൻ റേഞ്ചസ് കോൺട്രിബ്യൂട്ട്സ് ടു സ്ട്രോങ് കോൾഡ് വേവ്സ്. അതായത് നിയർ ബൈ ഹിമാലയൻ റേഞ്ചുകളിൽ, ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ തൊട്ട് വടക്കായിട്ട് എന്താണ്? ഹിമാലയൻ റേഞ്ച് ആണ് അല്ലേ, ഹിമാലയ പർവ്വതനിരകളാണ്. അപ്പൊ അവിടെ എന്തുണ്ട്? സ്നോഫാൾ ഉണ്ട്, മഞ്ഞുവീഴ്ചയുണ്ട്. അത് എന്തിലേക്ക് നയിക്കുന്നു? അത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ആ ഒരു മഞ്ഞുവീഴ്ച കോൺട്രിബ്യൂട്ട്സ് ടു സ്ട്രോങ് കോൾഡ് വേവ്സ്. സ്ട്രോങ് ആയിട്ടുള്ള കോൾഡ് വേവ്സിന്, അതായത് ശക്തമായിട്ടുള്ള ശീതക്കാറ്റുകളെയാണ് കോൾഡ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോ ഹിമാലയൻ റേഞ്ചിലെ മഞ്ഞുവീഴ്ച എന്തിന് കാരണമാകുന്നു? ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള കോൾഡ് വേവ്സിന്, അതിശക്തമായിട്ടുള്ള ശീതക്കാറ്റിന് കാരണമാകുന്നു. ഹിമാലയത്തിൽ നിന്ന് മഞ്ഞ് വീഴുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? നല്ല തണുത്ത കാറ്റ് എങ്ങോട്ടേക്ക് വീശും? ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്ക് വീശും. നമുക്കറിയാവുന്നതാണ് അല്ലേ. നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോ ഏറ്റവും മുകളിലാണ് ഹിമാലയ വരുന്നതെങ്കിൽ ഹിമാലയത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ ഒരു പ്രദേശത്തേക്ക് എന്ത് ചെയ്യുന്നു? കോൾഡ് ആയിട്ടുള്ള വേവ്സ് വീശും. ഹിമാലയത്തിൽ നിന്ന് കോൾഡ് ആയിട്ടുള്ള വേവ്സ് എന്ത് ചെയ്യും? ഈ ഒരു പ്രദേശത്തേക്ക് വീശുന്നു. അപ്പൊ ഇവിടുത്തെ തണുപ്പ് കൂടുന്നു.
അടുത്ത മൂന്നാമത്തെ റീസൺ ആണ് കോൾഡ് വിൻഡ്സ് ഫ്രം വെസ്റ്റ് ഏഷ്യ കോസ്റ്റ്, ഫ്രോസ്റ്റ്, ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതായത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ വെസ്റ്റേൺ പാർട്ട്, നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? ഫ്രോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിമം. അതുപോലെ തന്നെ ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്. അതുപോലെ തന്നെ കോൾഡ് വേവ്സ്, അതാണ് ശീതതരംഗം. അപ്പൊ ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരുന്ന കോൾഡ് വിൻഡ്സ് ആണ്. വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശ്ചിമേഷ്യ എന്ന് പറയും. ഇപ്പോ നമുക്കറിയാവുന്നതാണ്, ഇപ്പോ ഇന്ത്യ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു പെനിസുലാർ ഭാഗമാണ് ഇവിടെ വരയ്ക്കുന്നത്. പെനിസുലാർ ഭാഗം നമുക്കറിയാലോ, കടലിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ അതാണ് ഇവിടെ വരയ്ക്കുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഗുജറാത്ത് കഴിഞ്ഞ് രാജസ്ഥാൻ മുതൽ ഈ ഒരു പ്രദേശത്താണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ വരുന്നത്. ഇങ്ങോട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ വരുന്നത്. അപ്പോ ഇന്ത്യയുടെ വെസ്റ്റിലായിട്ട്, ഇന്ത്യയുടെ പടിഞ്ഞാറായിട്ട് ഈ പാകിസ്ഥാൻ കഴിഞ്ഞ് ഈ ഒരു ഭാഗമാണ് എന്ത്, നമ്മൾ വെസ്റ്റ് ഏഷ്യ. പടിഞ്ഞാറ് വരുന്ന ഏഷ്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെയും പടിഞ്ഞാറ് വരുന്നതാണ് വെസ്റ്റ് ഏഷ്യ. ഈ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് കോൾഡ് വിൻഡ്, തണുത്ത കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വീശുന്നുണ്ട്. ഈ ഒരു പശ്ചിമേഷ്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തണുത്ത കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രദേശത്തേക്ക്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്ക് വീശുന്നു. അപ്പൊ തണുത്ത കാറ്റ് വരുന്ന സമയത്ത് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കുറഞ്ഞിട്ട് താപനില കുറയുന്നതിന്റെ ഫലമായിട്ട് അത് എന്തിന് കാരണമാകുന്നു? കോൾഡ് വിൻഡ്സ് ഫ്രം വെസ്റ്റ് ഏഷ്യ കോസ്റ്റ്, ഫ്രോസ്റ്റ്, ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ്. അപ്പൊ താപനില കുറയുമ്പോൾ ഈ ഒരു പ്രദേശത്ത് ഫ്രോസ്റ്റ് ഉണ്ടാവുന്നു, ഹിമം ഉണ്ടാവുന്നു. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ എന്താണ്, മണ്ണിലും അതുപോലെ സസ്യങ്ങളുടെ ഭാഗത്തും ഇലകളിലും തണുത്ത പ്രതലങ്ങളിലുമെല്ലാം ഐസ് കട്ടകൾ രൂപപ്പെടുന്നത്. ഐസായിട്ട് പരൽ രൂപത്തിൽ ഐസ് ഇരിക്കുന്ന കാണാം. അപ്പൊ അതാണ് നമ്മൾ ഹിമം അല്ലെങ്കിൽ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്. നമ്മൾ മൂന്നാറിലും വയനാട്ടിലും ഒക്കെ കാണുന്ന മൂടൽമഞ്ഞ് പോലത്തെ മൂടൽമഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ കോൾഡ് വേവ്സ്, ശീത തരംഗം അല്ലെങ്കിൽ ശീതക്കാറ്റും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വീശുന്ന കോൾഡ് വിൻഡുകളാണ്. അപ്പൊ കോൾഡ് വിൻഡ്സ് ഫ്രം വെസ്റ്റ് ഏഷ്യ കോസ്റ്റ്, ഫ്രോസ്റ്റ്, ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ് എവിടെയാണ്? ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ്. കിഴക്ക് ഭാഗം ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്. അവിടെയല്ല, പടിഞ്ഞാറ് ഭാഗത്താണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. കാരണം ആ ഒരു ഭാഗത്തേക്കാണ് ഈ ശീതക്കാറ്റ് വരുന്നത്. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടുവേർഡ്സ് ദ സദേൺ ഹെമിസ്ഫിയർ ആഡ്സ് ടു ദ കോൾഡ് കണ്ടീഷൻസ്. അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം, ആ ചലനത്തിന് നമുക്കറിയാം, സൂര്യപ്രകാശം ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശം ഉത്തരാർദ്ധ ഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സദേൺ ഹെമിസ്ഫിയറിലേക്കും പോകുന്നുണ്ട്. അതിന്റെ കാരണമായിട്ടാണ് ഈ സീസൺസ് നമ്മൾ അനുഭവിക്കുന്നത് തന്നെ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ സൂര്യപ്രകാശം ഈ ഒരു വിന്റർ സമയത്ത്, നവംബർ ഡിസംബർ സമയത്ത് സൂര്യപ്രകാശം ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക്, സദേൺ ഹെമിസ്ഫിയറിലേക്കായിരിക്കും പോകുന്നത്. സൂര്യപ്രകാശം നേരെ എങ്ങോട്ടേക്ക് പോകും? സദേൺ ഹെമിസ്ഫിയറിലേക്ക്. ഇത് ഭൂമിയാണെങ്കിൽ സൺലൈറ്റ് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? സൺലൈറ്റ് നേരെ സദേൺ ഹെമിസ്ഫിയറിലേക്കായിരിക്കും പോകുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അല്ലെ? ഇവിടെയാണ്, ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഉത്തരേന്ത്യൻ സമതലവും ഉത്തരാർദ്ധ ഗോളത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. ഇന്ത്യയുടെ ഭാഗമല്ലേ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുമ്പോൾ ഉറപ്പായിട്ടും താപനിലയും ആ പ്രദേശത്ത് കുറഞ്ഞിട്ട് കോൾഡ് കണ്ടീഷൻ കൂടും, അല്ലെങ്കിൽ ആ ഒരു തണുത്ത അവസ്ഥ കൂടും. കാരണം സൂര്യപ്രകാശം കുറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രദേശത്ത് തണുപ്പ് കൂടും. പിന്നീട് ഈ സൂര്യപ്രകാശം തിരിച്ചു വരുന്ന സമയത്താണ് നമുക്ക് ഉഷ്ണകാലം അല്ലെങ്കിൽ സമ്മർ അനുഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ വിന്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സൺലൈറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും ടുവേർഡ്സ് സദേൺ ഹെമിസ്ഫിയർ,
നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലേക്ക് സണ്ണിന്റെ ഒരു അപ്പാരന്റ് മൂവ്മെന്റ്, സണ്ണിന്റെ അയനം, സൂര്യപ്രകാശത്തിന്റെ അയനം എന്ത് ചെയ്യുന്നു? ആഡ്സ് ടു ദി കോൾഡ് കണ്ടീഷൻ. ഈ ഒരു പ്രദേശത്തെ, ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സമതലത്തിലെ കോൾഡ് കണ്ടീഷൻ അല്ലെങ്കിൽ തണുത്ത അവസ്ഥ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ദി നോർത്തേൺ ഹെമിസ്ഫിയർ ടുവേർഡ്സ് ദ സദേൺ ഹെമിസ്ഫിയർ ആഡ്സ് ടു ദി കോൾഡ് കണ്ടീഷൻ. അടുത്തതായിട്ട് അപ്പൊ പറയാനായിട്ടുള്ളത്, ഈ പ്രദേശത്ത് ഡ്യൂറിങ് ദ കോൾഡ് വെതർ സീസൺ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ റിസീവ് സ്ലൈറ്റ് റെയിൻഫാൾ. അതായത് ഈ ഒരു കോൾഡ് വെതർ സീസണിൽ, വിന്റർ സീസണിൽ, ശൈത്യകാലത്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്ത് ലഭിക്കുന്നുണ്ട്? ആ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ റിസീവ്സ് എന്ത് ലഭിക്കുന്നു? സ്ലൈറ്റ് റെയിൻഫാൾ. വളരെ ചെറിയ തോതിൽ, സ്ലൈറ്റ് ആയിട്ടുള്ള നേരിയ തോതിലുള്ള മഴ, റെയിൻഫാൾ ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ 4 റീസൺസ് ആണ് പറഞ്ഞത്, ഈ ഒരു പ്രദേശത്തെ തണുപ്പിന്റെ 4 റീസൺസ്. ഒന്നാമത്തെ റീസൺ നമുക്കറിയാം, എന്താണ്? ഓഷൻസിൽ നിന്ന് വളരെ അകലെ ആയതുകൊണ്ട് തന്നെ ഓഷൻസിന്റെ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഉത്തരേന്ത്യൻ സമതലത്തിലില്ല. 2, ഹിമാലയത്തിലെ സ്നോഫാൾ ഈ ഒരു പ്രദേശത്തേക്ക് കോൾഡ് വേവ്സ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. മൂന്നാമത്തത് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വീശുന്ന കോൾഡ് വിൻഡുകൾ. നാലാമത്തത് സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ്. അപ്പം ഇത്രയുമാണ് കോൾഡ് വെതർ സീസണിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് എന്താണ് സമ്മർ സീസൺ അല്ലെങ്കിൽ ഹോട്ട് വെതർ സീസൺ എന്ന് നോക്കാം. കോൾഡ് വെതർ സീസണിന് ശേഷം വരുന്ന അടുത്ത സീസണിനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് വെതർ സീസൺ അഥവാ ഉഷ്ണകാലം. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സമ്മർ സീസൺ എന്ന് പറയും. അത് നമുക്കറിയാവുന്നതാണ്. കേരളത്തിലാണെങ്കിൽ പോലും വിന്റർ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സമ്മർ സീസൺ ആണ്. ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും വിന്റർ അവസാനിക്കും. അതിനുശേഷം മാർച്ചോടെയാണ് ഈ ഒരു സമ്മർ സീസൺ തുടങ്ങുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലും. വിന്റർ കഴിഞ്ഞ അടുത്ത സീസൺ ആണ്, അല്ലെങ്കിൽ കോൾഡ് വെതർ സീസണിന് ശേഷം അടുത്തതായിട്ട് വരുന്നതാണ് ഹോട്ട് വെതർ സീസൺ അല്ലെങ്കിൽ ഉഷ്ണകാലം. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ വ്യത്യാസമാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രദേശത്ത് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ മാർച്ച്. അതായത് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആവുന്നതോടെ എന്ത് സംഭവിക്കുന്നു? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് താപനില ഉയരാനായിട്ട് തുടങ്ങുന്നു. നമുക്കറിയാവുന്നതാണ്, ഫെബ്രുവരിയിലൊക്കെ വിന്റർ ആയതുകൊണ്ട് തന്നെ താപനില വളരെ കുറവായിരിക്കും. പക്ഷെ മാർച്ച് ആവുന്നതോടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? താപനില ഇൻക്രീസ് ചെയ്യുന്നു, കൂടാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ മാർച്ച്. The summer season in the North Indian plain is experienced in the months of April, May and June. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഈ ഒരു സമ്മർ സീസൺ, ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഇൻ ദ മന്ത്സ് ഓഫ് ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ. പ്രധാനമായിട്ടും മാർച്ചിന് ശേഷം വരുന്ന ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിലാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ സമ്മർ സീസൺ എന്ത് ചെയ്യുന്നത്? എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉഷ്ണകാലം ഉത്തരേന്ത്യൻ സമതലത്തിൽ അനുഭവപ്പെടുന്നത്. ഇനി ഈ സമ്മറിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ കൂട്ടത്തെ സമ്മർ അല്ല നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ. മറിച്ച് എങ്ങനെയാണ്? ദ സമ്മർ ഈസ് എക്സ്ട്രീംലി സിവിയർ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതായത് സമ്മർ, ഉഷ്ണകാലം എങ്ങനെയാണ്? എക്സ്ട്രീംലി സിവിയർ ആണ്, അതികഠിനമാണ്. എക്സ്ട്രീംലി സിവിയർ എന്ന് പറഞ്ഞാൽ അതികഠിനം. അതായത് വളരെ കൂടിയ ചൂടുള്ള ഒരു സമ്മർ സീസൺ ആയിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നത്. But the summer is extremely severe in the North Indian plain. By the month of May, അതായത് മെയ് ആവുന്നതോടെ, മെയ് മാസം ആവുന്നതോടെ എന്ത് സംഭവിക്കുന്നു? the temperature rises up to 48 degrees Celsius. താപനില റൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. റൈസ് ചെയ്യാന്ന് വെച്ചാൽ ഉയരുക. എത്ര വരെ? റൈസസ് അപ് ടു 48 degrees Celsius ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, വെസ്റ്റേൺ പാർട്ടില് മെയ് ആവുന്നതോടെ, ബൈ ദ മന്ത് ഓഫ് മെയ്, ടെമ്പറേച്ചർ, താപനില എന്ത് ചെയ്യുന്നു? കൂടാനായിട്ട് തുടങ്ങുന്നു. കൂടി റൈസസ് അപ് ടു 48 degrees Celsius. 48 degrees Celsius വരെ താപനില എത്താറുണ്ട്. അപ്പോ അത്രയും ടെമ്പറേച്ചർ കൂടുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഏത് പാർട്ട്? വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ റീജിയണൽ ഡിവിഷൻ പഠിച്ച സമയത്ത് വെസ്റ്റേൺ പാർട്ടായിട്ട് ഏറ്റവും പടിഞ്ഞാറായിട്ട് വന്നത് ഏതായിരുന്നു? രാജസ്ഥാൻ പ്ലെയിൻ ആണ് അല്ലെ? അപ്പൊ രാജസ്ഥാൻ പ്ലെയിന്റെ ഒരു ധാർ ഡെസേർട്ടിന്റെ ഭാഗത്താണ് ടെമ്പറേച്ചർ 48 degrees Celsius വരെ കൂടുന്നത്. ഇനി ഈ ഒരു പ്രദേശത്ത് വീശുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റിന്റെ പേര്
വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ആ കാറ്റിന്റെ പേരാണ് ലൂ. ലൂ എന്നാണ് ആ കാറ്റിന്റെ പേര്. അപ്പോൾ ഈ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഹോട്ട് ആയിട്ടുള്ള, ചൂട് കൂടിയ, അതുപോലെ ഡ്രൈ ആയിട്ടുള്ള വരണ്ട കാറ്റാണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ വരണ്ടത്, അതായത് അതിൽ ജലാംശം ഒട്ടും കാണത്തില്ല. അപ്പൊ ഹോട്ട് ആൻഡ് ഡ്രൈ ആൻഡ് ഒപ്രസീവ് വിൻഡ്. ഒപ്രസീവ് നല്ല എന്താണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചൂടുള്ള കാറ്റുകളാണിത്. അപ്പൊ ഹോട്ട് ഡ്രൈ ആൻഡ് ഒപ്രസീവ് വിൻഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നതെന്ന് നോക്കാം. ബ്ലോസ് ഫ്രം ദ ഡെസേർട്ട് റീജിയൻ ഓഫ് രാജസ്ഥാൻ ടു ദി ഗംഗ പ്ലെയിൻ. അതായത് രാജസ്ഥാന്റെ ഡെസേർട്ട് റീജിയണിൽ നിന്നും, മരുഭൂമി പ്രദേശത്ത് നിന്നും എങ്ങോട്ട്? ടു ദ ഗംഗ പ്ലെയിൻ. ഗംഗ പ്ലെയിനിലേക്ക് വീശുന്ന ഹോട്ട് ഡ്രൈ ആൻഡ് ഒപ്രസീവ് വിൻഡുകളാണ്, വിൻഡാണിത്. ഏതൊക്കെ മാസങ്ങളാണെന്ന് ചോദിച്ചാൽ ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. അപ്പൊ മെയ്യിലും ജൂണിലും എന്നീ ഈ 2 മാസങ്ങളിലായിട്ട് രാജസ്ഥാന്റെ ഡെസേർട്ട് റീജിയണിൽ നിന്നും ഗംഗാ പ്ലെയിനിലേക്ക്, ഗംഗാ സമുദ്രത്തിലേക്ക് വീശുന്ന, ബ്ലോ ചെയ്യുന്ന ഹോട്ട് ഡ്രൈ ആൻഡ് ഒപ്രസീവ് വിൻഡിനെ വിളിക്കുന്ന പേരാണ് ലൂ. അപ്പൊ ദിസ് വിൻഡ് കാൾഡ് ലൂ ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ കൺസിഡറബിളി ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ താപനില വളരെയധികം ഇൻക്രീസ് ചെയ്യുന്ന വിൻഡാണ് ഇത് ലൂ എന്ന് പറയുന്ന ഈ ഒരു വിൻഡ്. അപ്പോ ഇത് വരുന്ന സമയത്ത് ചൂട് ഭയങ്കരമായിട്ട് കൂടും. നമുക്കറിയാം രാജസ്ഥാൻ പ്ലെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ രാജസ്ഥാൻ പ്ലെയിനിൽ നിന്ന് തൊട്ടടുത്ത് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആണ് അല്ലെ. ഇപ്പൊ ഈ രാജസ്ഥാൻ പ്ലെയിനിൽ നിന്നാണ് ഈ ഒരു ഹോട്ട് ഡ്രൈ ആയിട്ടുള്ള ലൂ എന്ന് പറയുന്ന വിൻഡ് ഗംഗാ പ്ലെയിനിലേക്ക്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, രാജസ്ഥാൻ പ്ലെയിൻ കഴിഞ്ഞാൽ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആയിരിക്കും. അത് കഴിഞ്ഞ് പഞ്ചാബ് ഹരിയാന പ്ലെയിന് ശേഷം ഗംഗാ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രദേശത്തെ ചൂട് കൂട്ടാനായിട്ട് ഈ ലൂ എന്ന് പറയുന്ന വിൻഡ് കാരണമാവുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ എന്താണ് പഞ്ചാബ്, ഹരിയാന, അതുപോലെ തന്നെ കിഴക്കൻ രാജസ്ഥാൻ, അതുപോലെ ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ ഡസ്റ്റ് സ്റ്റോംസ് അല്ലെങ്കിൽ പൊടിക്കാറ്റ് കാണാനായിട്ട് സാധിക്കും. അത് മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു പ്രദേശത്തെ. ഡസ്റ്റ് സ്റ്റോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, പൊടി നിറഞ്ഞ കാറ്റുകളാണ്. അപ്പോ ഡസ്റ്റ് സ്റ്റോംസ് ആർ വെരി കോമൺ ഇൻ ദ ഈവനിങ്സ് ഇൻ പഞ്ചാബ്, ഹരിയാന, ഈസ്റ്റേൺ രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ്. അതായത് ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, അതുപോലെ തന്നെ ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ അവിടെ വൈകുന്നേരങ്ങളിൽ, ഈവനിങ്സിൽ എന്താണ്, ഡസ്റ്റ് സ്റ്റോംസ് വളരെ കോമൺ ആണ്. പൊടി നിറഞ്ഞ കാറ്റ് വളരെ കോമൺ ആണ്. ആസ് ദീസ് സ്റ്റോംസ് ബ്രിങ് ലൈറ്റ് റെയിൻ ഡ്യൂറിങ് സമ്മർ, it provides some relief from the oppressive heat. അതായത് ഈ കാറ്റുകളുടെ പ്രത്യേകത, ഈ സ്റ്റോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആസ് ദി സ്റ്റോംസ് ബ്രിങ് ലൈറ്റ് റെയിൻ ഡ്യൂറിങ് സമ്മറിൽ ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ലൈറ്റ് റെയിൻ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ കാറ്റ് വീശുമ്പോൾ കുറച്ച് മേഘങ്ങൾ വന്നിട്ട് വളരെ ചെറിയ തോതിലുള്ള മഴ, അതാണ് ലൈറ്റ് റെയിൻ എന്ന് പറയുന്നത്. ലൈറ്റ് റെയിന് കാരണമാകുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സ്റ്റോംസ് എന്ത് കൊണ്ടുവരുന്നുണ്ട്? ആ ലൈറ്റ് റെയിൻ സമ്മർ സീസണിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത്, ഉത്തരേന്ത്യൻ സമതലത്തിലെ ആ ഒരു ചൂടിന്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ഒരു ചൂടിന് ഒരു ആശ്വാസം നൽകാൻ ഈ മഴയ്ക്ക് അല്ലെങ്കിൽ ഈ ഡസ്റ്റ് സ്റ്റോമിന് കഴിയുന്നുണ്ട്. അപ്പൊ ഡസ്റ്റ് സ്റ്റോംസ് ഇറ്റ് പ്രൊവൈഡ് സം റിലീഫ് ഫ്രം ദി ഒപ്രസീവ് ഹീറ്റ്. അപ്പൊ ആ ഒരു സമയത്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അനുഭവിക്കുന്ന ഒരു ഒപ്രസീവ് ഹീറ്റിൽ നിന്ന്, അതായത് അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും ഒരല്പം റിലീഫ്, ആശ്വാസം കിട്ടാനായിട്ട് ഈ ഒരു ഡസ്റ്റ് സ്റ്റോം കൊണ്ടുവരുന്ന ലൈറ്റ് റെയിന് കഴിയുന്നുണ്ട്. ഹോട്ട് വെതർ സീസൺ അല്ലെങ്കിൽ സമ്മർ സീസണിന് ശേഷം വരുന്ന അടുത്ത സീസണാണ്, മൂന്നാമത്തെ സീസണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്നതാണ്, ഇത് മഴക്കാലമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആസ് എ റിസൾട്ട് ഓഫ് ദി റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ ദ മന്ത് ഓഫ് മാർച്ച്, എ ലോ പ്രഷർ ഏരിയ ഈസ് ഡെവലപ്ഡ് ഓവർ ദിസ് റീജിയൻ. അപ്പൊ നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ അറിയാം, ഇത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ് ഇവിടെ കാണുന്നത് യെല്ലോ കളറിൽ. അപ്പൊ ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ സമ്മർ സീസണിൽ വരുമ്പോഴത്തേക്കും, മാർച്ച് കഴിയുമ്പോൾ സമ്മർ സീസൺ ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, ചൂട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അല്ലെ. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില എന്ത് ചെയ്യുന്നു, ഗണ്യമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ കേസിൽ എപ്പോഴും ടെമ്പറേച്ചർ കൂടിയാൽ അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഫലമായിട്ട് ഈ ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സമതലം മൊത്തം ഈ ഒരു സമ്മർ സീസണിൽ ഒരു ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദി റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ ദ മന്ത് ഓഫ് മാർച്ച്, അതായത് മാർച്ച് മാസത്തോടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? എ ലോ പ്രഷർ ഏരിയ ഈസ് ഡെവലപ്ഡ് ഓവർ ദിസ് റീജിയൻ. ഈ ഒരു പ്രദേശത്ത് ഈ ഒരു റീജിയണിൽ എന്ത് ചെയ്യുന്നു? ഒരു ലോ പ്രഷർ ഏരിയ അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ന്യൂനമർദ്ദ മേഖല എന്ത് ചെയ്യുന്നു? രൂപം കൊള്ളുന്നു, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പതിയെ പതിയെ ഇവിടെ ഒരു വലിയ ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ദിസ് ലോ പ്രഷർ ഏരിയ അട്രാക്ട്സ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ടു ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ലോ പ്രഷർ ഏരിയ ആണെങ്കിൽ ഈ കടലിന്റെ ഭാഗത്ത് ഇവിടെ നമുക്കറിയാമല്ലോ ഇന്ത്യൻ ഓഷൻ ആണ്. ഇപ്പൊ ഈ ഇന്ത്യൻ ഓഷന്റെ ഭാഗത്ത് എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ മർദ്ദം കുറവാണ് അല്ലെങ്കിൽ പ്രഷർ കുറവാണ്. അതേസമയം കടലില് ഓഷന്റെ ഭാഗത്ത് പ്രഷർ കൂടുതലാണ്, ഹൈ പ്രഷർ ഏരിയ ആണ്. അപ്പൊ ഈ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ഉറപ്പായിട്ടും എന്ത് ചെയ്യും? വിൻഡ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും? നേരെ വിൻഡ് ഈ ഒരു ലോ പ്രഷർ ഏരിയയിലേക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോ ഈ ഒരു പ്രദേശത്ത് കടലാണ്. കടലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കടലിൽ നിന്ന് ഉള്ള വായു മർദ്ദം കൂടുതലായതുകൊണ്ട് തന്നെ മർദ്ദം കുറഞ്ഞ, പ്രഷർ കുറഞ്ഞ ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്ക് പതിയെ പതിയെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോ ഈ വിൻഡുകളാണ് മൺസൂൺ വിൻഡുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ദിസ് ലോ പ്രഷർ ഏരിയ അട്രാക്ട്സ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ടു ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ലോ പ്രഷർ ഏരിയ, ഈ ഒരു ന്യൂനമർദ്ദ മേഖല, ലോ പ്രഷർ ഏരിയ എന്ത് ചെയ്യുന്നു? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിനെ അട്രാക്ട് ചെയ്യുന്നു. ലോ പ്രഷർ ഏരിയ അട്രാക്ട്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് ഈ ഒരു ലോ പ്രഷർ ഏരിയ മൺസൂൺ വിൻഡുകളെ കടലിൽ നിന്നും അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഒരു കടലിൽ നിന്നും വായു പതിയെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? The southwest monsoon winds enter the Indian subcontinent as two branches. ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ, ഈ ഒരു വിൻഡ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് രണ്ട് ബ്രാഞ്ച് ആയിട്ടാണ്. അത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് വിൻഡ് ഇങ്ങോട്ടേക്ക് വരികയാണ്. വിൻഡ് വരുന്ന സമയത്ത് ഇവിടെ വെച്ച് ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഈ ഒരു പെനിസുലയുടെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഇത് രണ്ട് ബ്രാഞ്ചായിട്ട് എന്ത് ചെയ്യും? പിരിയും. രണ്ട് ശാഖകളായിട്ട് പിരിഞ്ഞ് ഒന്ന് അറബിക്കടൽ ശാഖയായിട്ട് ഈ ഒരു അറബിക്കടലിന്റെ നമ്മുടെ ഈ ഒരു അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈ അറബിക്കടലിലൂടെ പോവും. രണ്ടാമത്തത് എന്ത് ചെയ്യുന്നു? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ട് ഈ ബേ ഓഫ് ബംഗാളിലൂടെ മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ഒന്നാമത്തെ ബ്രാഞ്ചാണ് അറേബ്യൻ സീ ബ്രാഞ്ച് അല്ലെങ്കിൽ അറബിക്കടൽ ശാഖ. രണ്ടാമത്തെ ശാഖയാണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അഥവാ ബേ ഓഫ് ബംഗാൾ ശാഖ. അങ്ങനെ ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് മൺസൂൺ വിൻഡുകൾ പ്രവേശിക്കുന്നത് രണ്ട് ബ്രാഞ്ച് ആയിട്ടാണ്, രണ്ട് ശാഖകളായിട്ടാണ്. ആ രണ്ട് ശാഖകളുടെ പേര് ഓർത്തു വെക്കണം. അറേബ്യൻ സീ ബ്രാഞ്ചും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. അപ്പോൾ ഇങ്ങനെയാണ് മൺസൂൺ ഉണ്ടാവുന്നത്. ഈ ഒരു പ്രഷറിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു മർദ്ദത്തിൽ വരുന്ന വ്യത്യാസത്തിന്റെ ഫലമായിട്ടാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വീശുന്നത്. അപ്പൊ നമുക്കറിയാം ഇതാണ് ഒരു പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് പറയുന്നത്. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ experienced from June to September is the main rainy season in the North Indian Plain. അപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ, ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാനപ്പെട്ട മെയിൻ റെയിനി സീസൺ, പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് ഏതാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ ഒരു മഴക്കാലം നീണ്ടു നിൽക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസങ്ങളിലായിട്ടാണ് ഈ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതാണ് സമ്മർ സീസണിനെ കുറിച്ച്, അല്ലെ? അപ്പൊ സമ്മർ സീസൺ
ഒരു മെയ് കഴിഞ്ഞ് ജൂൺ ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ജൂൺ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും അവസാനിക്കും. അതിനുശേഷമാണ് ഈ എന്താണ് വിൻഡ് വരികയും അത് മഴ കൊണ്ടുവരികയും ചെയ്യുന്നത്. കാറ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും കാറ്റിനൊപ്പം മേഘങ്ങൾ വന്ന് മഴയും നൽകും. അപ്പൊ അങ്ങനെയാണ് ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് മഴക്കാലം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന് രണ്ട് ബ്രാഞ്ച് ഉള്ള കാര്യം നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു ആ ബ്രാഞ്ചുകൾ? ഒന്നാമത്തെയാണ് അറേബ്യൻ സീ ബ്രാഞ്ച്, രണ്ടാമത്തെയാണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എങ്ങനെയാണ് ലാൻഡിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു കരഭാഗത്തേക്ക് പ്രവേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. The Bay of Bengal branch entering the land through the സുന്ദർബൻസ് ഡെൽറ്റ റീജിയൻ. അപ്പോൾ ഇതിലേക്കൂടെ ഈ ഒരു ഭാഗത്തുകൂടി ബേ ഓഫ് ബംഗാളിലൂടെ ഈ ഒരു കടലിലൂടെ എന്ത് ചെയ്യാണ്? കാറ്റ് വീശുകയാണ്. കാറ്റ് വീശിയിട്ട് എങ്ങോട്ടേക്ക് എത്തുന്നു? ഈ ഒരു സുന്ദർബൻസ് ഡെൽറ്റ, ഇവിടെ കാണപ്പെടുന്ന ഈ ഒരു ഡെൽറ്റയെ വിളിക്കുന്ന പേരാണ് സുന്ദർബൻസ് ഡെൽറ്റ. അപ്പൊ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ഡെൽറ്റായിക് റീജിയൻ ആണ്. അതായത് ഗംഗ റിവറും അതുപോലെ ബ്രഹ്മപുത്ര റിവറും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. അപ്പൊ ഈ ഒരു സുന്ദർബൻസ് ഡെൽറ്റയിലൂടെയാണ് കരയിലേക്ക്, ലാൻഡിലേക്ക് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എൻ്റർ ചെയ്യുന്നത് അഥവാ പ്രവേശിക്കുന്നത്. ഇപ്പൊ ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എൻ്ററിങ് ദ ലാൻഡ്, കരയിലേക്ക് പ്രവേശിക്കുന്നു. എങ്ങനെ? ത്രൂ ദി സുന്ദർബൻസ് ഡെൽറ്റ റീജിയൻ, സുന്ദർബൻസ് ഡെൽറ്റ പ്രദേശത്തു കൂടിയാണ് കരയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിന് എന്താണ് സംഭവിക്കുന്നത്? ഗെറ്റ്സ് ബൈഫർക്കേറ്റഡ് ഇൻടു 2 സബ് ബ്രാഞ്ചസ്. അപ്പോ ഈ ഒരു ഭാഗത്ത് വെച്ച് ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് പിരിയാണ് ചെയ്യുന്നത്. രണ്ട് വഴിയിലേക്ക് ഇത് പിരിയുന്നു. ബൈഫർക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പിരിയുക, രണ്ടായിട്ട് പിരിയുന്നു. അപ്പോൾ ഈ ഒരു ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ബൈഫർക്കേറ്റ് ഇൻടു 2 സബ് ബ്രാഞ്ചസ്, രണ്ട് ഉപശാഖകളായിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഒരു ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് സുന്ദർബൻസ് ഡെൽറ്റ റീജിയനിൽ വെച്ച് പിരിയുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഇവിടെ 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 എന്താണ്, സുന്ദർബൻസ് ഡെൽറ്റയിൽ നിന്ന് ഒരു ബ്രാഞ്ച് എങ്ങോട്ടേക്ക് പോവുകയാണ്? ഒരു ബ്രാഞ്ച് നേരെ വെസ്റ്റിലേക്കും പടിഞ്ഞാറേക്കും, മറ്റൊരു ബ്രാഞ്ച് നേരെ എങ്ങോട്ടേക്ക് പോവുകയാണ്? കിഴക്കോട്ടും ഈസ്റ്റിലേക്കുമാണ് പോകുന്നത്, അല്ലേ? അപ്പോ ഇങ്ങനെ രണ്ട് സബ് ബ്രാഞ്ചുകൾ, ഉപശാഖകൾ ഉണ്ടാവുന്നുണ്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്. ഇതിൽ ഒരു ബ്രാഞ്ച്, വൺ ബ്രാഞ്ച് മൂവ്സ് ഈസ്റ്റ്വേർഡ് ആൻഡ് എൻഡേഴ്സ് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ കോസിങ് വൈഡ് സ്പ്രെഡ് റെയിൻസ്. അപ്പോൾ ഒരു ബ്രാഞ്ച് നമുക്ക് നോക്കിയാൽ അറിയാം നേരെ കിഴക്കോട്ടാണ് പോകുന്നത്, അല്ലെ? കിഴക്കോട്ട് നേരെ ഈസ്റ്റിലേക്ക് പോകുന്നു. ഈസ്റ്റിലേക്ക് പോയിട്ട് അത് എന്ത് ചെയ്യും? ഇത് വീശി നേരെതായി ഈ ഒരു ഭാഗത്ത് എത്തുന്നു. അതേതാണ്? അത് നമ്മള് ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്, അല്ലെ? ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിനിൽ എത്തിയിട്ട് ഇവിടെ ഈ കാറ്റ്, ഈ മോയ്സ്ചർ നിറഞ്ഞ കാറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് അത് അവിടുത്തെ മലകളിലൊക്കെ എന്ത് ചെയ്യുന്നു? തട്ടി ഉയർന്നു പൊങ്ങി ഇവിടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നു. വൈഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻതോതിൽ ഇവിടെ ഈ ഒരു പ്രദേശത്ത് മഴയ്ക്ക് ഇത് കാരണമാകുന്നു. അപ്പോൾ വൺ ബ്രാഞ്ച് മൂവ്സ് ഈസ്റ്റ്വേർഡ് ആൻഡ് എൻഡേഴ്സ് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ കോസിങ് വൈഡ് സ്പ്രെഡ് റെയിൻ. ഈ ഒരു പ്രദേശത്ത് വൈഡ് സ്പ്രെഡ് ആയിട്ട് വൻതോതിൽ മഴ ലഭിക്കാനായിട്ട് ഇത് കാരണമാകുന്നു. അതേസമയം മറ്റൊരു സബ് ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ബ്രാഞ്ച് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് അതർ ബ്രാഞ്ച് മൂവിങ് വെസ്റ്റ്വേർഡ് അലോങ് ദ ഗംഗ പ്ലെയിൻ. അപ്പോ അതർ ബ്രാഞ്ച്, മറ്റേ ബ്രാഞ്ച് എങ്ങോട്ടേക്കാണ് പോകുന്നത്? വെസ്റ്റ്വേർഡിലേക്കാണ്, പടിഞ്ഞാറേക്ക് മൂവ് ചെയ്യുന്നു. എങ്ങോട്ട്? ടു ദി ഗംഗ പ്ലെയിൻ. ഗംഗാ പ്ലെയിനിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഗംഗാ സമതലം നമുക്കറിയാം, അല്ലെ? ഇത്രയും ഭാഗമാണ് ഗംഗാ സമതലം. ഈ ഒരു ഗംഗാ സമതലത്തിലേക്കാണ് രണ്ടാമത്തെ ബ്രാഞ്ച് മൂവ് ചെയ്യുന്നത്. അപ്പൊ ദ അതർ ബ്രാഞ്ച് മൂവിങ് വെസ്റ്റ്വേർഡ് അലോങ് ദി ഗംഗാ പ്ലെയിൻ causes rainfall in West Bengal, Bihar, Uttar Pradesh, Delhi and proceeds further westward. അപ്പൊ ഇത് വെസ്റ്റിലേക്ക് മൂവ് ചെയ്ത് ഗംഗാ പ്ലെയിനിൽ എത്തുകയും ഈ ഒരു പ്രദേശത്ത് മഴ ലഭിക്കാനായിട്ട് കാരണമാകുന്നു. കാരണമാകുന്നു എന്ത്? കോസസ് റെയിൻഫാൾ ഇൻ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ? വെസ്റ്റ് ബംഗാൾ. ഇതാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ മഴ കിട്ടും. അതുപോലെ തന്നെ ഇനിയിപ്പുറമുള്ള ബീഹാറിൽ മഴ കിട്ടും. അത് കഴിഞ്ഞ് ഉത്തർപ്രദേശിൽ കിട്ടും. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന ഡൽഹി വരെ മഴ കിട്ടും. അപ്പോൾ ഇത്രയും പ്രദേശങ്ങളിൽ മഴ തരാനായിട്ട് ഈ ഒരു സബ് ബ്രാഞ്ചിന് കഴിയുന്നു. അതിനുശേഷം ഇത് വീണ്ടും എങ്ങോട്ടേക്ക് പോകുന്നു? വെസ്റ്റിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. ആൻഡ് പ്രൊസീഡ്സ് ഫർദർ വെസ്റ്റ്വേർഡ്. അതായത് എന്നിട്ട് ഇത് എങ്ങോട്ടേക്ക് പോകുന്നു? നേരെ പടിഞ്ഞാറ് ഡയറക്ഷനിലേക്ക് മുന്നേറും ഈ ഒരു ശാഖ. അപ്പൊ ഈ രണ്ട് ശാഖകൾ. അപ്പൊ അതേസമയം ഈ സൈഡിൽ നിന്ന് ആര് വരുന്നുണ്ട്? അറേബ്യൻ സീ ബ്രാഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അറേബ്യൻ സീ ബ്രാഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്കറിയാം, ഇവിടെ ഇത് എന്ത് ചെയ്യുന്നു? നേരെ പടിഞ്ഞാറേക്ക് പോകുന്നു. അതുപോലെ ഈ സൈഡിൽ നിന്ന് അറേബ്യൻ സീ ബ്രാഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറേബ്യൻ സീ ബ്രാഞ്ച് നമുക്ക് ഇവിടെ ഒരു
ബ്രൗൺ കളറിലെ ഒരു ലൈൻ കണ്ടോ? ഈ ലൈനാണ് ആരവല്ലി റേഞ്ച് എന്ന് പറയുന്നത്. ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയ്ക്ക് പാരലായിട്ട് സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അറേബ്യൻ സീ ബ്രാഞ്ച് വരുന്നത്. നമുക്ക് ഈ ചിത്രം നോക്കിയാൽ, ഈ മാപ്പ് നോക്കിയാൽ അറിയാം, ആരവല്ലി റേഞ്ചിന് നേരെ പാരലായിട്ട് ആണ് ഈ ഒരു നമ്മുടെ അറേബ്യൻ സീ ബ്രാഞ്ച് വരുന്നത്. അപ്പൊ അറേബ്യൻ സീ ബ്രാഞ്ച് നേരെ വന്നിട്ട് ആരുമായിട്ട് കൂട്ടിമുട്ടുന്നു? ആരുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നു? ഈ ഒരു കിഴക്ക് പ്രദേശത്ത് നിന്നും പടിഞ്ഞാറേക്ക് വീശി വരുന്ന ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ ഒരു സബ് ബ്രാഞ്ചുമായിട്ട് കൂട്ടിമുട്ടുന്നു. കൂട്ടിമുട്ടിയിട്ട് ഇത് ഇവിടെ കാണുന്ന ഈ ഒരു ശിവാലിക് പർവ്വതനിര അറിയാമല്ലോ, നമ്മൾ നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ കംപ്ലീറ്റ് പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും സൗത്തിൽ വരുന്ന ഔട്ടർ ഹിമാലയ എന്ന് നമ്മൾ വിളിക്കുന്ന ശിവാലിക് റേഞ്ചിന്റെ ആ ഒരു സതേൺ സ്ലോപ്പില്, അതായത് തെക്കൻ ചരിവില് ഈ ഒരു പ്രദേശത്ത് മൊത്തം എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ മഴ നൽകുന്നു. ഇത് രണ്ടും കൂടി യുണൈറ്റ് ചെയ്ത് ഒന്ന് ചേർന്നിട്ട്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓവർ ദി പഞ്ചാബ് പ്ലെയിൻ, ഈ ഒരു പഞ്ചാബ് പ്ലെയിൻ, ഈ പ്രദേശം ഏതാണ്? ഗംഗാ പ്ലെയിൻ കഴിഞ്ഞു വരുന്നത്, ഗംഗാ പ്ലെയിന്റെ തൊട്ട് പടിഞ്ഞാറായിട്ട് വരുന്ന പഞ്ചാബ് പ്ലെയിൻ ആണ് അല്ലേ? അപ്പൊ ഓവർ ദ പഞ്ചാബ് പ്ലെയിൻ, പഞ്ചാബ് സമതലത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു കിഴക്ക് നിന്നും വരുന്ന എന്താണ്, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ ഒരു സബ് ബ്രാഞ്ച്, ദിസ് ബ്രാഞ്ച് ജോയിൻസ് ദ അറേബ്യൻ ബ്രാഞ്ച്. ഇതെന്ത് ആരുമായിട്ട് ജോയിൻ ചെയ്യുന്നു? അറേബ്യൻ ബ്രാഞ്ചുമായിട്ട്, അറേബ്യൻ ശാഖയുമായിട്ട്, അറബിക്കടൽ ശാഖയുമായിട്ട് എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു, ഒന്നാവുന്നു, അത് വെച്ച് കൂടിച്ചേരുന്നു. ഈ അറേബ്യൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് വിച്ച് ഈസ് മൂവിങ് പാരലൽ ടു ദി ആരവല്ലി മൗണ്ടെയ്ൻസ്. ഈ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് പാരലായിട്ട് സമാന്തരമായിട്ടാണ് കടന്നു വരുന്നത്. എന്നിട്ട് ഇതൊന്നു ചേർന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ആൻഡ് ദെൻ ബ്രിങ്സ് റെയിൻ ടു ദി ഫൂട്ട് ഹിൽസ് ഓഫ് ദി വെസ്റ്റേൺ ഹിമാലയസ്. അപ്പോൾ ഇത് മഴ തരുന്നു. ബ്രിങ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശത്തേക്ക് മഴ കൊണ്ടുവരുന്നു, മഴ എത്തിക്കുന്നു. എവിടെ? ടു ദ ഫൂട്ട് ഹിൽസ് ഓഫ് ദി വെസ്റ്റേൺ ഹിമാലയാസ്. ഈ ഒരു വെസ്റ്റേൺ ഹിമാലയത്തിന്റെ, കണ്ടോ, വെസ്റ്റേൺ ഹിമാലയം നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു വെസ്റ്റേൺ ഹിമാലയത്തിന്റെ ഫൂട്ട് ഹിൽസിൽ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ മഴ നൽകാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയത്തിലാണ് നമുക്ക് മഴ കിട്ടുന്നത്. ഇത്രയും ഭാഗത്താണ് മഴ കിട്ടുന്നത്. അതായത് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയ നമുക്കറിയാം അല്ലെ, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതിന്റെ ആ ഭാഗത്ത് വരുന്ന ശിവാലിക് റേഞ്ചിന്റെ സദേൺ സ്ലോപ്പിൽ നല്ല രീതിയിൽ മഴ നൽകാനായിട്ട് ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂണിന് സാധിക്കുന്നു. അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിന് ശേഷം വരുന്ന അടുത്ത സീസൺ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പോൾ നമുക്കറിയാം സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ വരെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം സെപ്റ്റംബർ കഴിഞ്ഞ് ഒരു ഒക്ടോബർ നവംബർ ഒരു ഡിസംബറിന്റെ കുറച്ച് സമയം വരെ അനുഭവപ്പെടുന്ന ഒരു സീസൺ, ഒരു ഋതുവാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഭാഗത്ത് എന്താണ്, ടെമ്പറേച്ചർ കൂടുതലും പ്രഷർ കുറവുമാണെന്ന് പറഞ്ഞിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഒരു മാർച്ച് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു സമയത്ത് എന്താണ്, സൂര്യപ്രകാശം നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗങ്ങളിലെല്ലാം ആ ഒരു സമയത്ത് എന്തായിരിക്കും, നല്ല ചൂടായിരിക്കും. അതായത് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്. സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മാർച്ച് കഴിഞ്ഞു വരുന്ന ആ ഒരു സമ്മർ സീസൺ കഴിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സമ്മർ സീസണിൽ ഇന്ത്യയുടെ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്നു. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നു, പ്രഷർ കുറയുന്നു. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിൽ സംഭവിക്കുന്നത്. അതായത് സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്കും സൂര്യപ്രകാശം, സണ്ണ് പതുക്കെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും? സൺലൈറ്റ് പതിയെ സതേൺ ഹെമിസ്ഫിയറിലേക്ക്, ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ സൺലൈറ്റ് സതേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണല്ലോ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൺലൈറ്റിന്റെ അളവ് കുറയുന്നു, സൂര്യപ്രകാശം കുറയുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശം കുറയുമ്പോൾ ടെമ്പറേച്ചർ അഥവാ താപനില ഡിക്രീസ് ചെയ്യും. താപനില ഡിക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ, അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിന്റെ സമയത്ത്
അതായത് സെപ്റ്റംബർ കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഹൈ പ്രഷർ ഏരിയ, അതായത് മർദ്ദം കൂടിയ ഒരു മേഖലയായിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ മാറുന്നു. അതേസമയം സൺലൈറ്റ് നേരെ സദേൺ ഹെമിസ്ഫിയറിൽ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഓഷന്റെ, ഇന്ത്യൻ ഓഷന്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാവുന്നു. അപ്പോൾ കടലിന്റെ ഭാഗത്ത് ലോ പ്രഷർ ഏരിയ, ന്യൂനമർദ്ദമായിരിക്കും. അതേസമയം ഇന്ത്യയുടെ ഭാഗത്ത് എങ്ങനെയാണ്? ഹൈ പ്രഷർ ഏരിയ അല്ലെങ്കിൽ മർദ്ദം കൂടിയ മേഖലയായിരിക്കും ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വരുന്നത്. അപ്പൊ മർദ്ദം കൂടിയ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നിന്നും, ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും മർദ്ദം കുറഞ്ഞ ലോ പ്രഷർ ഏരിയ ആയിട്ടുള്ള കടലിലേക്ക് കാറ്റ് പതിയെ വീശാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ വായു ചലിക്കാനായിട്ട് തുടങ്ങും. വായു ചലിക്കുന്നതിനെയാണല്ലോ കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിൻഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. ഇത് കരയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ വരണ്ട, ജലാംശം കുറഞ്ഞ കാറ്റുകളായിരിക്കും ഇത്. നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അങ്ങനെയല്ല. കടലിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മോയ്സ്ചർ ഉണ്ട്, നല്ല മഴ കിട്ടും. പക്ഷെ ഇതങ്ങനെയല്ല. നോർത്ത് ഈസ്റ്റ് മൺസൂൺ കരയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇത് വരണ്ട കാറ്റുകൾ, പൊതുവെ ജലാംശം കുറഞ്ഞ കാറ്റുകളായിരിക്കും. വരണ്ടതെന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഈർപ്പരഹിതമായിട്ടുള്ള ജലാംശം കുറഞ്ഞ കാറ്റുകളായിരിക്കും ഈ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിലെ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോ പ്രഷർ ഏരിയ ദാറ്റ് പ്രിവെയിൽസ് ഓവർ ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സ്റ്റാർട്ട്സ് മൂവിംഗ് സൗത്ത്വേർഡ് ഇൻ റെസ്പോൺസ് ടു ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ടുവേർഡ്സ് ദ സദേൺ ഹെമിസ്ഫിയർ. അതായത് സൂര്യന്റെ സദേൺ ഹെമിസ്ഫിയറിലേക്കുള്ള അപ്പാരന്റ് മൂവ്മെന്റിന്റെ റെസ്പോൺസ് ആയിട്ട്, ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ദ ലോ പ്രഷർ ഏരിയ ദാറ്റ് പ്രിവെയിൽസ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ പ്രിവെയിൽ ചെയ്ത, നിലനിന്നിരുന്ന ലോ പ്രഷർ ഏരിയ, ന്യൂനമർദ്ദ മേഖല എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട്സ് മൂവിങ് സൗത്ത് വേർഡ്. എങ്ങോട്ടേക്ക്? സൗത്ത് വേർഡ്, തെക്കോട്ട് ചലിക്കാനായിട്ട്, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതായത് സണ്ണ് താഴേക്ക്, സൺലൈറ്റ് സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നതിന്റെ ഫലമായിട്ട് നേരത്തെ ആ ഒരു മാർച്ച് മുതൽ ഉണ്ടായ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടല്ലോ, അതും പതിയെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് താഴേക്ക് കടലിലേക്ക് പോകും. അപ്പൊ കടലിന്റെ ഭാഗത്തായിരിക്കും ലോ പ്രഷർ വരുന്നത്. നേരെ നമ്മുടെ കരയുടെ ഭാഗത്ത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഭാഗത്ത് ഹൈ പ്രഷർ ആയിരിക്കും വരുന്നത് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ സമയത്ത്. അപ്പോൾ ലോ പ്രഷർ ഏരിയ, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഉണ്ടായ ലോ പ്രഷർ ഏരിയ സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നു. കാരണം എന്താണ്? എന്തിന്റെ റെസ്പോൺസ് ആയിട്ടാണ്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ടുവേർഡ്സ് ദി സദേൺ ഹെമിസ്ഫിയർ. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലമാണ് ആ ഒരു അപ്പാരന്റ് മൂവ്മെന്റ്. സൂര്യപ്രകാശം ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് താഴേക്ക് സദേൺ ഹെമിസ്ഫിയറിൽ ലോ പ്രഷർ ഏരിയ ഉണ്ടാവുന്നത്. ദിസ് സീസൺ ഈസ് നെയ്മഡ് ദ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. അപ്പൊ ഈ ഒരു സീസണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ എന്നുള്ള പേരിലാണ് ഈ ഒരു സീസൺ അറിയപ്പെടുന്നത്. കാരണം മൺസൂൺ എന്ത് ചെയ്യാണ്? റിട്രീറ്റ് ചെയ്യാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ കാറ്റുകൾ വരികയായിരുന്നു ചെയ്യുന്നത്, അല്ലേ? ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇത് പക്ഷെ മൺസൂൺ തിരിച്ചു പോവുകയാണ്, റിട്രീറ്റ് ചെയ്യുകയാണ്. അപ്പൊ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നാണ് ഈ ഒരു സീസണിനെ നമ്മൾ വിളിക്കുന്നത്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ എന്നാണ് ഈ ഒരു സീസണിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ദിസ് സീസൺ ഈസ് നെയ്മഡ് ദി റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് ആണ് ഈ സീസണിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സീസണിൽ എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദിസ് പീരീഡ് എ ഹൈ പ്രഷർ ഏരിയ ഡെവലപ്സ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ, ഉത്തരേന്ത്യൻ സമതലത്തിൽ ഒരു ഹൈ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഒരു ഉച്ചമർദ്ദ മേഖല, ഹൈ പ്രഷർ ഏരിയ ആണ് ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉച്ചമർദ്ദ മേഖല നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഉണ്ടാവുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞു. സൂര്യപ്രകാശം സദേൺ ഹെമിസ്ഫിയറിൽ പോകുന്നതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ദ വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് ഫ്രം ഹിയർ ടു ദി ഇന്ത്യൻ ഓഷൻ. ഇവിടെ നിന്നും, ഈ ഒരു പ്രദേശത്ത് നിന്നും വിൻഡ് എന്ത് ചെയ്യുന്നു? കാറ്റ് സ്റ്റാർട്ട്സ് ബ്ലോയിങ്, കാറ്റ് വീശാനായിട്ട് തുടങ്ങും. എങ്ങോട്ടേക്ക്? താഴെ സദേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യൻ ഓഷനിലേക്കാണ് കാറ്റ് വീശുന്നത്. ആസ് ദീസ് മോയ്സ്ചർലെസ് വിൻഡ്സ് ബ്ലോ ഫ്രം ദ നോർത്ത് ഈസ്റ്റ്. അപ്പൊ ഈ കാറ്റുകൾ മോയ്സ്ചർലെസ് ആയിട്ടുള്ള വിൻഡുകളാണ്. അതായത് നീരാവി അല്ലെങ്കിൽ ഈർപ്പത്തിന്റെ അളവ് കുറവാണ്, മോയ്സ്ചർ ലെസ് ആണ്. കരയിൽ നിന്ന് വീശുന്നത് കൊണ്ട് തന്നെ ഇത് മോയ്സ്ചർലെസ് ആയിട്ടുള്ള വിൻഡാണ്. അപ്പൊ മോയ്സ്ചർലെസ് വിൻഡ്സ്
ബ്ലോ ഫ്രം നോർത്ത് ഈസ്റ്റ് അല്ലെ, ഇന്ത്യയുടെ ഒരു വടക്കിഴക്ക് നിന്നല്ലേ വീശുന്നത്. പൊതുവെ നമുക്ക് ഈ ഡയറക്ഷൻ നോക്കിയാൽ അറിയാം, ഇതാണ് നോർത്ത്, ഇതാണ് ഈസ്റ്റ്. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് ഇത് വീശി താഴേക്ക് വരുന്നത്. അപ്പൊ ആസ് ദീസ് മോയ്സ്ചർലെസ് വിൻസ് ബ്ലോ ഫ്രം ദി നോർത്ത് ഈസ്റ്റ്, വടക്കിഴക്ക് നിന്ന് ഈ കാറ്റുകൾ വീശുന്നതുകൊണ്ട് തന്നെ ദിസ് സീസൺ ഈസ് ഓൾസോ കാൾഡ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. അതുകൊണ്ട് ഈ ഒരു സീസണിനെ, ഈ ഒരു കാലത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നു. കാരണം കാറ്റ് വീശുന്നത് വടക്ക് കിഴക്ക് നിന്നാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള 4 സീസൺസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു 4 സീസൺസ്? ഒന്നാമത് വരുന്നത് കോൾഡ് വെതർ സീസൺ, അതിനുശേഷം ഹോട്ട് വെതർ സീസൺ, അതിനുശേഷം സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, അതിനുശേഷം നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. അപ്പൊ അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. The North Indian Plains distance from the ocean contributes to the excessive heat experienced during the summer in these regions. Why is it so? അതായത് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓഷനിൽ നിന്ന് വളരെ അകലെയാണ്, ഒരുപാട് ഡിസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ദൂരം, ഓഷനിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ത് നൽകുന്നു, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാരണമാകുന്നു? കോൺട്രിബ്യൂട്ട്സ് ടു എക്സസീവ് ഹീറ്റ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് സമ്മർ ഇൻ ദീസ് റീജിയൻസ്. അതായത് ഈ ഒരു പ്രദേശങ്ങളിൽ സമ്മർ സീസണിൽ, വേനൽക്കാലത്ത് എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ്, അതായത് അത്യുഷ്ണം നൽകാൻ ഈ ഒരു സമുദ്രത്തിൽ നിന്നുള്ള നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ അകലം കാരണമാകുന്നു. അതിന്റെ കാരണം എന്താണ്? വൈ ഇസ് ഇറ്റ് സോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സമുദ്രത്തിൽ നിന്ന് അകലുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ സമ്മർ സീസണിൽ ചൂട് കൂടുന്നു, എക്സസീവ് ഹീറ്റ് വരുന്നു എന്നാണ്. മലയാളത്തിലാണെങ്കിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് അത്യുഷ്ണം അനുഭവപ്പെടുന്നതിന് സമുദ്രത്തിൽ നിന്നുള്ള അകലം കാരണമാകുന്നു. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓഷനിൽ നിന്ന് ദൂരം കൂടുന്തോറും എന്ത് കുറയുന്നു? ഓഷന്റെ ഒരു മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമുക്കറിയാം, ഓഷന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ, ഇതിപ്പം കടലാണെങ്കിൽ കടലിന് അടുത്ത് വരുന്ന പ്രദേശങ്ങൾ കാണുമല്ലോ, കടലിന്റെ അടുത്ത് വരുന്ന പ്രദേശങ്ങൾ. അപ്പൊ കടലിന്റെ അടുത്ത് വരുന്ന പ്രദേശങ്ങളിൽ എപ്പോഴും ഓഷന്റെ ഒരു മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് കാണും. അതായത് കാലാവസ്ഥയെ മിതമാക്കുന്ന ഒരു സ്വഭാവം ഈ ഓഷൻസിനുണ്ട്, സമുദ്രങ്ങൾക്കുണ്ട്. അപ്പോൾ കടലിന് അല്ലെങ്കിൽ സമുദ്രത്തിന് അടുത്തുള്ള പ്രദേശത്ത് ആ ഒരു മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. അതായത് അമിതമായ ചൂടുമില്ല, അമിതമായ തണുപ്പുമില്ല, എപ്പോഴും മിതമായിട്ടുള്ള, മോഡറേറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ പോലെ വളരെ ദൂരെ, കടലിൽ നിന്നും വളരെ അകലെയുള്ള ഒരു പ്രദേശം, ഇപ്പൊ കടലിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പ്രദേശം ആകുമ്പോഴത്തേക്കും ഈ കടലിൽ നിന്ന് കാറ്റ് ഇത്രയും ദൂരെ വീശത്തില്ല. അതുപോലെ തന്നെ ഇവിടുന്നാണെങ്കിൽ തന്നെയും കടലിന്റെ അടുത്തേക്ക് ആ ഒരു വായുവിന്റെ മൂവ്മെന്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കടലിന്റെ അല്ലെങ്കിൽ ഓഷന്റെ, സമുദ്രത്തിന്റെ ഒരു മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ദൂരെയുള്ള പ്രദേശങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് കുറവായതുകൊണ്ടാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിന് എന്ത് സംഭവിക്കുന്നത്? സമ്മർ സീസണിൽ എക്സസീവ് ഹീറ്റും വിന്റർ സീസണിൽ എക്സസീവ് കോൾഡും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ ഓഷൻസ്, സോ ദർ ഈസ് നോ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ഓഷൻസ്. അതാണ് ഇതിന്റെ ഉത്തരം. അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങൾ സമുദ്രത്തിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ സമുദ്രത്തിന്റെ കാലാവസ്ഥയെ മിതമാക്കുന്ന ആ ഒരു പ്രതിഭാസം ഉത്തരേന്ത്യൻ സമതലത്തിൽ സംഭവിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ റെയിൻഫാൾ റിസീവ്ഡ് ഇൻ രാജസ്ഥാൻ ഫ്രം ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് വെരി സ്കാൻഡി. വൈ? അതായത് രാജസ്ഥാനിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നും, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും റിസീവ് ചെയ്യുന്ന റെയിൻഫാൾ, മഴ, ലഭിക്കുന്ന മഴയെന്ന് പറയുന്നത് വളരെ സ്കാൻഡി ആണ്. സ്കാൻഡി എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അധികമായിട്ട് നല്ല രീതിയിൽ രാജസ്ഥാനിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണല്ലോ അത് ഒരു ഡെസേർട്ട് റീജിയൻ ആയിട്ട്, ഥാർ ഡെസേർട്ട് ആയിട്ട് അതിന്റെ കുറച്ച് ഭാഗം കിടക്കുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്ന് ഈ ഒരു പ്രദേശത്ത് മഴ വളരെ പരിമിതമാണ്. അപ്പൊ അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഈ ആരവല്ലി പർവ്വതനിരയ്ക്ക് ഏകദേശം സമാന്തരമായിട്ട്, പാരലായിട്ടാണ് അറേബ്യൻ സീ ബ്രാഞ്ച് കടന്നു പോകുന്നത്. ഒരിക്കലും ആരവല്ലി പർവ്വതനിരയിലേക്ക് വന്ന് ഇടിച്ച് ഉയർന്നു പൊങ്ങി മഴ പെയ്യ്ക്കാനായിട്ട് ഈ ഒരു അറേബ്യൻ സീ ബ്രാഞ്ചിന്, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള, ഒരു ശാഖയായിട്ടുള്ള അറേബ്യൻ സീ ബ്രാഞ്ചിന് കഴിയുന്നില്ല.
അപ്പോൾ നമുക്കറിയാം നേരെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് ഇടിച്ച് ഉയർന്നു പൊങ്ങി കണ്ടൻസ് ചെയ്ത് തണുത്ത് മഴ പെയ്യ്ക്കാനായിട്ട് ആർക്ക് കഴിയുന്നില്ല? ഈ ഒരു അറബിക്കടൽ ശാഖയ്ക്ക് കഴിയുന്നില്ല. കാരണം ദ അറേബ്യൻ സീ ബ്രാഞ്ച് മൂവ്സ് പാരലൽ ടു ദി ആരവല്ലി റേഞ്ച്. ആരവല്ലി നിരകൾക്ക് സമാന്തരമായിട്ടാണ് ആര് കടന്നു പോകുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള അറേബ്യൻ സീ ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് എന്തായിരിക്കും? ഈ ഒരു രാജസ്ഥാന്റെ ഈ പ്രദേശത്തൊന്നും തന്നെ മഴ പെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂണിന് കഴിയുന്നില്ല. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലത്തിൽ വരുന്ന നാച്ചുറൽ വെജിറ്റേഷൻ അഥവാ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഈ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.